അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണല്ലേ? അൽഹംദുലില്ലാ പറഞ്ഞോ. അൽഹംദുലില്ലാ. ഓക്കെ, നമുക്ക് ഇന്നത്തെ പാഠം എത്രാം പാഠാണ്? എല്ലാവരും എടുത്തോ? ബുക്ക് എല്ലാവരും എടുത്തോ? ഇന്ന് 26ാമത്തെ പാഠാണ് അല്ലേ? ഇൻഷാ അല്ലാ നമുക്ക് എടുക്കല്ലേ? എല്ലാവരും ഉഷാറല്ലേ? ഉഷാറാണെന്ന് പറ. ഓക്കെ, എന്നാൽ നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാ. ശവ്വാല് ആദ്യം തന്നെ മുഴിമുത്താണ് അല്ലേ? അതിൽ ശവ്വാല് ഒരു കുട്ടി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മാഷേ ഞാൻ ഒരു വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞു. ഒരു കുട്ടി. ആ കുട്ടി പറഞ്ഞ സത്യമാണോ? ആ കുട്ടി പറഞ്ഞു ഞാൻ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റിട്ടുണ്ട് എന്നാണ് പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു കുട്ടി ഒരു വർഷം, നമുക്ക് ഒരു ദിവസം കുറച്ച് ദിവസം തന്നെ നോമ്പ് നോക്കാൻ കഴിയണില്ല, എന്നിട്ടാണ് ഈ ഒരു കുട്ടി ഒരു വർഷം നോമ്പ് അനുഷ്ഠിക്കണതെന്ന്. ചില ആളുകൾ ആ കുട്ടി കള്ളം പറയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എങ്കിലും നമുക്ക് നോക്കാം. പ്രവാചകന് പറഞ്ഞൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞുതരാം. അത് ആ കുട്ടി പറഞ്ഞത് സത്യമാണോ അല്ല കള്ളമാണോ എന്ന് നമുക്ക് നോക്കാം അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സോമ റമളാന വസിത്ത മിൻ ശവ്വാൽ ഫഖദ് സോമ ദഹർ. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരാൾ റമളാനിൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ചു, എന്നിട്ട് അതിന് ശേഷം ശവ്വാലിലെ 6 ദിവസവും നോമ്പനുഷ്ഠിച്ചാൽ അവന് ഒരു വർഷം നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ്. അപ്പം ആ കുട്ടി പറഞ്ഞ സത്യല്ലേ? അപ്പം റമളാനിൽ നമ്മൾ പൂർണ്ണമായിട്ട് നോമ്പനുഷ്ഠിച്ചു, എന്നിട്ടോ അടുത്ത മാസമായ ശവ്വാലിലെ 6 ദിവസവും നമ്മൾ നോമ്പനുഷ്ഠിച്ച ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതിൻ്റെ കൂലി നമുക്ക് കിട്ടും. അപ്പം എന്ത് ചെയ്യുക? ഇൻഷാ അല്ലാ നോമ്പ് മുഴുവനായി റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പ്ലാനുള്ള കുട്ടികളൊക്കെ ഇപ്പം തന്നെ തീരുമാനിച്ചോളൂ ഇൻഷാ അല്ലാ. ഇനെന്ത് ചെയ്യും? ശവ്വാൽ മാസത്തിലും നോമ്പനുഷ്ഠിച്ച് ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ച കുട്ടികളുടെയൊക്കെ കൂലി എനിക്കും കിട്ടും, എനിക്കും വാങ്ങണം എന്നുള്ള തീരുമാനം എടുക്കുക ഇൻഷാ അല്ലാ. അള്ളാഹു അങ്ങനെ ശവ്വാലിലെയും 6 നോമ്പ് അത് കൃത്യമായി തന്നെ നോക്കാൻ, അതേപോലെ റമളാനിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തുണക്കട്ടെ. അതിന് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നെല്ലാവരും കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ? രാവിലത്തെ നമസ്കാരം സുബഹ് കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ലാ. ഇനിയുള്ള ഓരോ വഖത്തും കൃത്യമായിട്ട് നിസ്കരിക്കട്ടോ ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. ഓക്കെ, എല്ലാവരും ഇൻഷാ അല്ലാ ഒക്കെ പറയുന്നുണ്ട്, നല്ല കുട്ടികളാണ്. ഈ പ്രാവശ്യത്തെ ചോദ്യം എന്താണ്? ചോദ്യം, ഏത് മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത്? ഏത് മാസമാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ഇപ്പം നിലനിൽക്കുന്ന റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത്. എല്ലാവരും എഴുതൂലേ? ഇൻഷാ അല്ലാ. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.